ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മന്നൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. വയനാട് നിന്നാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. മേപ്പാടിയിൽ ബോബിയുടെ എസ്റ്റേറ്റിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് നിലവിലെ സൂചന. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മന്നൂരിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിനിടെ ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിക്കുകയും ചെയ്തു. നേരത്തെ കേസ് അന്വേഷിക്കാൻ എറണാകുളം സെൻട്രൽ പോലീസ് SP C ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ ഇവരുടെ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നതാണ് വിവരം. ഹണി റോസിന്റെ വിശദമായ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തുമെന്നും പിന്നീട് ബോബി ചെമ്മന്നൂരിനെ ചോദ്യം ചെയ്യുമെന്നുമായിരുന്നു സൂചനകൾ പുറത്തുവന്നത്. എന്നാൽ ഈ കേസിൽ ഇളവുകളൊന്നും തന്നെ നൽകേണ്ടതില്ല എന്ന തീരുമാനം പോലീസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഹണി റോസ് ആദ്യം നൽകിയ പരാതി സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അസഭ്യ പ്രയോഗങ്ങളും അപകീർത്തി പരാമർശങ്ങളും നടത്തിയവർക്കെതിരെയായിരുന്നു. ഇതിൽ ഉടൻ തന്നെ 30 പേർക്കെതിരെ കേസെടുക്കുകയും കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഗൗരവകരമായ പരാതിയാണ് ബോബി ചെമ്മന്നൂരിനെതിരെ ഹണി റോസ് നൽകിയിരിക്കുന്നത് എന്നതിനാൽ നടപടി സ്വീകരിക്കാൻ പോലീസിന് മേലും സമ്മർദ്ദമുണ്ടായിരുന്നു. ബോബി ചെമ്മന്നൂരിനെതിരെ നടി ഹണി റോസും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 75(4) വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഓഗസ്റ്റ് 7-ന് ബോബി ചെമ്മന്നൂരിന്റെ കണ്ണൂർ ആലക്കാട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷം പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു. താൻ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ സമയം തേടിയിരുന്നുവെന്നും മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതായും വലിയ ആശ്വാസമാണ് അതുണ്ടാക്കിയതെന്നുമായിരുന്നു ഹണി റോസ് ആദ്യം പ്രതികരിച്ചത്. DGPയുമായും ഹണി റോസ് സംസാരിച്ചിരുന്നു. ബോബി ചെമ്മന്നൂരിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടിയിൽ ആദ്യ പ്രതികരണം ഹണി റോസ് പറഞ്ഞത് വലിയ ആശ്വാസമാണ് ഇപ്പോൾ തോന്നുന്നത് എന്നതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് തോന്നുന്നത്. എനിക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റുമുള്ള സംസ്ഥാനത്താണ് ജീവിക്കുന്നതെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളിയിങ് അത്ര വലുതാണ്. ആവർത്തിക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടും തുടർന്നു. അത് പണത്തിന്റെ ഹുങ്കും വെല്ലുവിളിയായി മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. എല്ലാത്തിനും ഒരു അവസാനം വേണം. അതുകൊണ്ടാണ് പോരാട്ടത്തിന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചത്. ഇപ്രകാരമായിരുന്നു പരാതിക്കാരിയുടെ വാക്കുകൾ. ഭയങ്കരമായ സന്തോഷമുണ്ട്. സന്തോഷത്തിനപ്പുറം എൻ്റെ തലയിൽ നിന്ന് വലിയ ഭാരം ഒഴിഞ്ഞതുപോലെയാണ് തോന്നുന്നത്. പരാതി നൽകിയത് മുതൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിന് അവസരം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ എനിക്കും കുടുംബത്തിനുമുണ്ടായ വിഷമങ്ങൾ പറയുകയും ചെയ്തു. നടപടി സ്വീകരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടാതെ DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടും സംസാരിച്ചിരുന്നു. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന ഉറപ്പ് അവരെല്ലാം തന്നിരുന്നു. ഇത്ര വേഗം നടപടിയെടുത്ത് കാര്യക്ഷമമായ സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെ കമന്റ് സെക്ഷനിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ടുമുണ്ടാകണം. അങ്ങനെയാകുമോ എന്ന് അറിയില്ല. പക്ഷേ അതിനുള്ള പോരാട്ടത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നായിരുന്നു പരാതിക്കാരുടെ മറ്റു വാക്കുകൾ. നടിയുടെ പരാതിയിൽ ഇന്ന് രാവിലെയായിരുന്നു ബോബി ചെമ്മന്നൂരിനെ കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അത്തരം പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ പ്രധാനമായും ചുമത്തിയിട്ടുള്ളത്.